ഇതാണല്ലേ വീട്? ചെറിയ വീടാ. സുധി, ഇതാണ് ഞാൻ പറഞ്ഞ ശരൺ. അകത്തേക്ക് ഇരിക്കാം. വേണ്ട, ഞാൻ ഇവിടെ ഇരുന്നോളാം. ഡി, നീ ഒരു ചായ എടുക്ക്. എടാ, ചായ ഒന്നും വേണ്ട. അല്ല, നിന്റെ അച്ഛൻ ഇവിടെ ഇല്ലേ? അത് എന്തായാലും നീ ഒരു ചായ എടുക്ക്. ഞാൻ വേണ്ടാന്ന് പറഞ്ഞല്ലടാ. തിരക്കുള്ള ജോലി ചെയ്തോണ്ടിരിക്കുമ്പോ എന്തിനാടാ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്? അതൊന്നും ഒരു പ്രശ്നമല്ലടാ. നീ ആദ്യമായിട്ട് എന്റെ വീട്ടിൽ വരുന്നതല്ലേ? എടാ, നിന്റെ അച്ഛനും അമ്മയും കണ്ടില്ലല്ലോ. അവരെവിടെ? അച്ഛൻ ഇവിടെ ഇല്ല. ഞങ്ങൾ ഉപേക്ഷിച്ച് പോയിട്ട് 10 വർഷമായി. എവിടെയാണെന്ന് ഒരു അറിവുമില്ല. രാമേശ്വരത്ത് എവിടെയോ ജീവിച്ചിരിപ്പുണ്ടെന്ന് കേട്ടു. ഞങ്ങളെ ആവശ്യമില്ലാത്തവരെ ഞങ്ങൾ എന്തിനു അന്വേഷിക്കണം? അപ്പൊ അമ്മ? അമ്മ അകത്തുണ്ട്. അമ്മയ്ക്ക് നടക്കാനാവില്ല. നീ വാ. അമ്മേ, അമ്മേ, ഇതെന്റെ കൂടെ വർക്ക്ഷോപ്പിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സുഹൃത്താ. പറയുന്നൊക്കെ കേൾക്കാൻ പറ്റുമോ? അതിനൊന്നും ഒരു കുഴപ്പമില്ല. ആഹാരം കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കേൾവിക്കും കുഴപ്പമില്ല. ആളെ തിരിച്ചറിയാം. അമ്മേ, അമ്മയ്ക്ക് കഞ്ഞി കൊണ്ടുവരട്ടെ? മിട്ടു, തന്നെ കുറിച്ച് ഞാൻ ഇത്രയൊന്നും മനസ്സിലാക്കിയിരുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, ആരോഗ്യമുള്ളപ്പോൾ അമ്മ എന്നെ നന്നായി പഠിപ്പിച്ചതാ. സുഖമില്ലാതായിട്ട് 6 വർഷമായുള്ളൂ. ഇലക്ട്രോണിക്സ് ബിരുദമുണ്ടെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? അമ്മയെ നോക്കാൻ കാശ് വേണം. അതുകൊണ്ടാണ് ഞാൻ ആശാന്റെ അടുക്കിലേക്ക് എത്തിയത്. അച്ഛനെ കൂട്ട് ഇവരെ തനിച്ചാക്കി ഞാൻ കൂടി പോയാലോ? അമ്മച്ചിക്ക് ഈ രോഗത്തിനൊരു ഓപ്പറേഷൻ നടത്തിയ ഭേദമാവുന്ന മെഡിക്കൽ കോളേജിലെ സീനിയർ ഡോക്ടർ മാധവൻ സാറ് പറഞ്ഞത്. പക്ഷേ നല്ല ചെലവാ. കുറഞ്ഞത് 20 ലക്ഷം രൂപയെങ്കിലും വേണ്ടിവരും. അമ്മച്ചി, ദേ അപ്പച്ചൻ വന്നു. അകത്തേക്ക് കൊണ്ടുപോടാ. എന്താ ഇത്? എന്താണ്? നീ അകത്തോട്ട് കൊണ്ടുപോടാ. ഞാൻ സമ്മതിക്കില്ല. ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കയറി മടുത്തു. നിങ്ങൾ ഒരു അച്ഛനാണോ? പ്രായപൂർത്തിയായ ഒരു പെൺകൊച്ചുള്ള വീട്ടിലേക്കാണോ ഇവനെ പോലെയുള്ള വാറ്റുകാരൻ തെമ്മാടിയും കൊണ്ട് കയറി വരുന്നത്? ആ കുഞ്ഞിന് നാളെ പരീക്ഷയുള്ളതാ. ഞങ്ങളെ കൊലയ്ക്ക് കൊടുത്തേ നിങ്ങൾ അടങ്ങൂ. ഡോ, മേലാൽ ഈ പടിക്കകത്ത് ഇങ്ങനെയുള്ള സാധനങ്ങളുമായി കയറിപ്പോകരുത്. കുടിച്ച് കൂത്താടി നടന്ന് കണ്ടവന്മാരെയും കൊണ്ട് വീട്ടിൽ കയറി വരാൻ നാണമില്ലേ മനുഷ്യ നിങ്ങൾക്ക്? മാറിക്കടി. എന്റെ വീട്ടിൽ എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യും. നോക്കിക്കോ, ഇതിനൊക്കെ കർത്താവ് നിങ്ങളോട് ചോദിക്കും. പിന്നെ കർത്താവിന് ഇതല്ലേ പണി. മാറിക്കടി അങ്ങോട്ട്. മത്തുബേബിയുടെ വീട്ടില് മത്തുബേബിയാണ് പഠിപ്പിക്കാൻ വരുന്നത്. ആ മൂലയിലോട്ട് വെച്ചു. ആദ്യടാ സൈഡിലോട്ട് അങ്ങ് വെച്ചാൽ വാടാ ആയോട്ട്. എന്തായാലും ഇന്നും അപ്പച്ചൻ പ്രശ്നം ഉണ്ടാക്കിയ? അപ്പച്ചൻ എന്നും ചാരയുമായി വീട്ടിൽ കയറി വന്നു. അമ്മച്ചി അപ്പച്ചനോട് വഴക്കായി. ഞാനിങ്ങ് പോന്നു. എന്നാ പിന്നെ തന്റെ പഠിത്തം നടക്കട്ടെ. ഓ, പഠിക്കുന്ന തലയിൽ കയറുന്നില്ലേ? മറ്റെന്തൊക്കെയോ ചിന്തകളാ. ആവശ്യമില്ലാത്ത ചിന്തിച്ചു കൂട്ടാതെ പഠിക്കാൻ നോക്കില്ലെന്നാ? ഞാൻ ചിന്തിക്കുന്നത് ആവശ്യമില്ലാത്തതാണെന്ന് ഇയാൾക്ക് തന്നെ അറിയാം. പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന എല്ലാം ആവശ്യമില്ലാത്ത. കൊള്ളാം, നല്ല ഫിലോസഫി. ഞാൻ പഠിച്ച് വലിയൊരാളാവണമെന്ന അമ്മച്ചിയുടെ ആഗ്രഹം. പാവം അമ്മച്ചി എന്നെ ഓർത്ത് ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട്. എന്റെ ആഗ്രഹവും അത് തന്നെയല്ല. ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ പറഞ്ഞോണ്ടിരിക്കുകയാണോ രണ്ടുപേരും? ഞങ്ങളിങ്ങനെ വെറുതെ ഓരോന്നും പറഞ്ഞു. ഞാൻ പഠിക്കാൻ വന്നതാ. ശരി ശരി. അവൾ ഇവിടെ നിന്ന് പഠിക്കട്ടെ, നമുക്ക് പുറത്തു പോയിരിക്കാം. വാ. എന്നാ പഠിച്ചോട്ടെ, നമ്മൾ ശല്യാവണ്ട. സുധി, എന്നെ എന്തിനാണ് ഒഴിവാക്കാൻ നോക്കുന്നത്? നിന്നെ എന്താണ് സുധി ഒന്ന് മൈൻഡ് പോലും ചെയ്യാതെ? ശ്യാം, ദയവ് ചെയ്തെന്നെ ശല്യം ചെയ്യരുത്. എന്തുകൊണ്ട്? ഒരിക്കലും ഇഷ്ടമാണെന്ന് നീ എന്നോട് പറഞ്ഞതല്ലേ? നല്ല ജോലി നേടണം, സമ്പാദിക്കണം, എന്നിട്ട് ഒരുമിച്ച് ജീവിക്കാം എന്നും നീ പറഞ്ഞു. ദാ ഇപ്പോൾ ബാംഗ്ലൂരിൽ നല്ലൊരു കമ്പനിയിൽ മെക്കാനിക്കൽ എഞ്ചിനീയറാണ് ഞാൻ. എന്നോട് ക്ഷമിക്കണം ശ്യാം. അസുഖം ബാധിച്ചു കിടക്കുന്ന അമ്മയും ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന എന്റെ സഹോദരന് മാത്രം എന്റെ ലോകം. എന്നെ മറക്കണം. എത്ര നിസ്സാരമായിട്ടാണ് സുധി നീ ഇത് പറയുന്നത്? അതിന് മാത്രം എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത്? ദയവ് ചെയ്തെന്നെ കാണാൻ ശ്രമിക്കരുത് പ്ലീസ്.